ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുവചനം കേൾക്കുവാൻ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും എന്റെ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു. അല്പം നേരത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണുകളടച്ച് ഒരല്പനേരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേക പ്രാവശ്യം പ്രാർത്ഥനകളിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്ന ഒരു തിരുവചനമാണ് ഇപ്പോൾ ദാസി വായിച്ചത്. അനേക ദൈവദാസന്മാർ പ്രസംഗിച്ച ഒരു തിരുവചനമാണ് ഇത്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിന്റെ പിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ കർത്താവേ, ചില പുതിയത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കണമേ, എന്നെ ഒന്ന് ഉണർത്തണമേ. ഇന്ന് രാവിലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും ദൈവസന്നിധിയിലേക്ക് വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന് രാവിലെ നമ്മോട് സംസാരിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിലും ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഈ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഞങ്ങൾ അടുത്ത് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിക്കണം. ഈ വചനത്തിന്റെ അകത്തുള്ള പൊരുളുകൾ കർത്താവിന് ഞങ്ങളോട് സംസാരിക്കാനുള്ള ചിന്തകൾ ഞങ്ങളോട് ഇന്ന് രാവിലെ അറിയിക്കണമേ. അടിയനിതാ നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഈ ജനത്തെ എല്ലാം നിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പലവിധ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ജനങ്ങളുണ്ടല്ലോ. എന്നേക്കാൾ നന്നായി അറിയുന്ന കർത്താവ് ആമേൻ അവരോട് ഓരോരുത്തരോടും ഇന്ന് രാവിലെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ വാതിൽ ഇന്ന് രാവിലെ ഞങ്ങൾക്കായി തുറന്നു തരണം. അടിയുടെ നാവോട്ട് കൂടി ഇരിക്കണം. പരിശുദ്ധാത്മാവേ, നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ശുശ്രൂഷിക്കാം. താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യമാണ് ഇപ്പോൾ ദൈവദാസി വായിച്ചത്. ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. യേശു മാർത്തയോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് വെച്ചാൽ ഇതിന് മുമ്പും യേശു കർത്താവ് ഈ വാഗ്ദത്ത വചനം മാർത്തയോടും മറിയോടും പറഞ്ഞിരുന്നു. ആ 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. അതായത് ലാസർ ദീനമായി കിടന്നപ്പോൾ മാർത്ത മറിയ അവരുടെ ഭവനത്തിലെ ബാല്യക്കാരെ ലാസർ ദീനമായി കിടക്കുന്നു എന്നുള്ള വാർത്ത യേശുവിന്റെ അടുക്കൽ അറിയിക്കേണ്ടതിന് അവരെ പറഞ്ഞു വിടുന്നു. ഈ ബാല്യക്കാരോട് യേശു പറയുന്ന വചനമാണ് 4-ാം വാക്യത്തിൽ ഇപ്പോൾ ഞാൻ വായിച്ചത്. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ഈ കേട്ടതായ തിരുവചനം, കേട്ടതായ വാഗ്ദത്ത വചനം ബാല്യക്കാർ തിരിച്ചു കടന്നു വന്ന് മാർത്തയോട് മറിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മാർത്തയും മറിയയും ഈ വാഗ്ദത്ത വചനം കേട്ടിരുന്നതാണ്, ഇതിനു മുമ്പ് കേട്ടതാണ്. അപ്പോൾ വാഗ്ദത്ത വചനം കേട്ട് മറന്നു പോകുവാനുള്ളതല്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ, ആ പ്രയാസങ്ങളുടെ നടുവിൽ, ഏത് പ്രതിസന്ധിയാണോ നീ പ്രശ്നങ്ങളുടെ മുന്നിലാണോ ഇരിക്കുന്നത്, ആ സമയത്ത് ഈ കേട്ടതായ വാഗ്ദത്ത വചന വിശ്വാസത്താൽ ഉരുവിട്ട് അത് അനുഭവിക്കുവാനുള്ളതാണ്, അത് ക്ലെയിം ചെയ്ത് എടുക്കുവാനുള്ളതാണ്, അത് പ്രാപിച്ചെടുക്കുവാനുള്ളതാണ്. അത് ശരീരത്തിലായിരിക്കാം, നിന്റെ ജീവിതത്തിലായിരിക്കാം, അത് പ്രാപിച്ചെടുക്കുവാനുള്ളതാണ്. വാഗ്ദത്ത വചനം കേട്ടിട്ട് മറന്നു പോകുവാനുള്ളതല്ല. ഒരിക്കൽ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ ആമേൻ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞത്, ദൈവം യോശുവ
യോശുവയോട് പറഞ്ഞത് ഞാൻ വായിക്കാം. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ആ വാഗ്ദത്ത വചനം കേട്ട് മറന്നു പോകാനുള്ളതല്ല. ആ വാഗ്ദത്ത വചനം അവിടെ തന്നിരിക്കുന്നു. ഞാൻ അത് വിശ്വാസത്താൽ അത് സ്തോത്രം ചെയ്ത് അല്ലെങ്കിൽ അത് ആരാധിച്ച് അതിനായുള്ള ചില സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് ഞാനത് പ്രാപിച്ചെടുക്കുവാനായിട്ടുള്ളതാണ്. ഇതുപോലെ മാർത്തയോട് പറയുന്നത്, യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ വാഗ്ദത്ത വചനം ഇപ്പോൾ അത് നീ ഓർക്കുവാനുള്ളതാണ്. അത് വിശ്വാസത്താൽ ക്ലെയിം ചെയ്ത് അത് പ്രാപിച്ചെടുക്കുവാനുള്ള സമയമാണെന്ന് കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിനോട് സ്തോത്രം. ഈ ബാല്യക്കാർ കടന്നു വന്ന് യേശുവിന്റെ അടുക്കൽ ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് പറഞ്ഞ് തിരിച്ച് ബാല്യക്കാർ പോകുമ്പോൾ തന്നെ ഈ ലാസർ അവിടെ മരിച്ചിരുന്നു. യേശു മൈലുകൾക്കപ്പുറത്ത് വെച്ച് തന്നെ യേശു അത് മനസ്സിലാക്കി. 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. 11:14 ഒന്ന് വായിക്കുക. യോഹന്നാൻ 11:14. ഉത്തരം അവർക്ക് അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. യേശു അവിടെ ഇല്ലായിരുന്നു, മൈലുകൾക്കപ്പുറത്ത് തന്നെ യേശു അതാ ബാലിക്കാർ തൊട്ടു മുമ്പേ വന്ന് പറഞ്ഞതാണ് ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് അവരോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്ത വചനം പറഞ്ഞു വിടുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറത്ത് ലാസർ മരിച്ചുവെന്ന് യേശുവിന് ഇവിടെ മനസ്സിലായി. ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, മൈലുകൾക്കപ്പുറത്ത് വ്യത്യസ്ത സിറ്റുവേഷനിൽ വ്യത്യസ്ത തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളെയും അത് ഏറ്റവും നല്ലതുപോലെ അറിയുന്ന ഏക വ്യക്തി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ എന്റെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഫേസ് ചെയ്യുന്ന, നീ കടന്നു പോകുന്ന, ഇന്ന് രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം നീ ഫേസ് ചെയ്യാൻ പോകുന്ന ഓരോ അവസ്ഥകളെയും അതിന്റെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്ന് രാവിലെ മറക്കരുത്. നോക്കുക, മൈലുകൾക്കപ്പുറത്ത് ലാസർ മരിച്ചു എന്ന് യേശു അറിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ആ ബാല്യക്കാർ കടന്നു വന്ന് ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് പറഞ്ഞിട്ടും യേശു ആ ഭവനത്തിലേക്ക് പോയില്ല. പിന്നെയും ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശു അവിടേക്ക് കടന്നുപോയത്. ഏകദേശം തിരുവചനം വായിച്ചു നോക്കുമ്പോൾ 4 ദിവസമായി. അതിനുശേഷമാണ് യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ കടന്നു ചെല്ലുമ്പോൾ ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. നാറ്റം വെച്ചു, അല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടു, നാറ്റം വെച്ചൊരവസ്ഥയിലാണ് യേശു അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുമ്പോൾ ഈ മഹത്വം എവിടെയാണ് കാണുന്നത്? മഹത്വം എങ്ങനെയാണ് കാണുന്നത്? പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു തിരുവചനമാണിത്, പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഒരു കാര്യമാണിത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വസിച്ചാൽ ഈ മഹത്വം എങ്ങനെയാണ് വെളിപ്പെട്ടു വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പോൾ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അടയാളങ്ങളിൽ കൂടി, അത്ഭുതങ്ങൾ
അത്ഭുതങ്ങളിൽ കൂടി കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തും. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നീ വെറുതെ ഇത് ഉരുവിട്ട് നടക്കുകയല്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, ഇന്ന് രാവിലെ നിൽക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അതിനകത്ത് വെളിപ്പെടുത്തി ആ അത്ഭുതങ്ങളിൽ കൂടെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നോക്കുക, ലാസർ മരിച്ചിട്ട് അവൻ അടക്കപ്പെട്ട് 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കുന്നു. അപ്പോൾ മനുഷ്യ ദൃഷ്ടിയിൽ അവൻ മെഡിക്കൽ സയൻസ് പരമായി നോക്കുമ്പോൾ അവൻ ഈ ശരീരം ചീഞ്ഞ് അളിഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നു, ഇത് നാറ്റം വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വീണ്ടും ജീവിക്കുമോ? ഒരിക്കലുമില്ല. ഒരു മനുഷ്യ ദൃഷ്ടിയിൽ മെഡിക്കൽ സയൻസ് പരമായിട്ട് നോക്കുമ്പോൾ ഒരിക്കലും ഈ അവൻ ലാസർ ജീവിച്ചു വരികയില്ല. ആ സ്ഥാനത്താണ് യേശു അവിടെ കടന്നു ചെല്ലുന്നത്. ഇതേപോലൊരു സംഭവമുണ്ട്. ദൈവത്തിനോട് സ്തോത്രം. എസെക്കിയേൽ 37 അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ ദൈവം എസെക്കിയേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ ഈ എസെക്കിയേൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ കാണുന്നത് എന്താണ്? ഏറ്റവും ഉണങ്ങിയ അസ്ഥി കൂമ്പാരങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ദൈവം എസെക്കിയേലിനെ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ദൈവം എസെക്കിയേലിനോട് ചോദിക്കുന്നു, എസെക്കിയേലേ, നിന്റെ അഭിപ്രായം എന്താണ്? ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി കൂമ്പാരത്തെ നോക്കി എന്റെ ദൈവം ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? നോക്കുമ്പോൾ, മനുഷ്യ ദൃഷ്ടി നോക്കുമ്പോൾ, ഒരു അസ്ഥി കൂമ്പാരത്തിന്റെ തന്നെ കാലിന്റെ അസ്ഥി വേറൊരു സ്ഥലത്ത്, കൈകൾ വേറൊരു സ്ഥലത്ത് ചിതറിക്കിടക്കുന്നു. ഇങ്ങനെ അസ്ഥികൾ മുഴുവനും താഴ്വരകളിൽ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികളെ നോക്കി ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരിക്കലും മനുഷ്യ ദൃഷ്ടിയിൽ ഇത് നടക്കത്തില്ല. അതിനകത്ത് യാതൊരു ഹോപ്പുമില്ല, അതിനകത്ത് യാതൊരു പ്രത്യാശയുമില്ല. കാരണമുണ്ട്, ഇത് ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികൾ മാത്രമല്ല, അസ്ഥി കൂമ്പാരമാണ്. ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികളിൽ അവൻ ദൈവം ചോദിക്കുന്ന പോലെ ഇത് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ എസെക്കിയേൽ അതിന് മറുപടി വരുന്നു, യഹോവയായ കർത്താവേ, നീ അറിയുന്നു. ചോദിക്കുന്ന ദൈവത്തിന് തീർച്ചയായും ഇതിന്റെ ആൻസർ അറിയാം. എന്റെ ദൃഷ്ടിയിൽ ഇത് അസാധ്യമാണ്, എന്റെ നോട്ടത്തിൽ ഇത് ഒരിക്കലും നടക്കത്തില്ല, മനുഷ്യ ദൃഷ്ടിയിൽ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇന്ന് രാവിലെ ഇതുപോലെ നിന്റെ മുന്നിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ, മരിച്ച് ചീഞ്ഞെളിഞ്ഞു പോയ ചില അവസ്ഥകളെ, നിയമക്കുരുക്കുകളെ, നിന്റെ ജീവിതം ഇന്ന് കാലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തെ നോക്കി ദൈവം നിന്നോട് തന്നെ ചോദിക്കുന്നു, ആ വിഷയത്തിന് മേൽ എന്തെങ്കിലും ഹോപ്പുണ്ടോ? പ്രത്യാശയുണ്ടോ? അത് ജീവിക്കുമോ? അതിന്മേൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു ആൻസർ നിനക്ക് പറയുവാനായിട്ടുണ്ടോ? മനുഷ്യ ദൃഷ്ടിയിൽ നീ പറയും, ഒരു ഹോപ്പും അതിനകത്തില്ല, ഒന്നും നടക്കത്തില്ല. മെഡിക്കൽ സയൻസ് പറയും ഇത് ഒരിക്കലും സൗഖ്യമാകത്തില്ല. നിന്റെ ദൃഷ്ടിയിൽ ഇത് പറഞ്ഞു ഒരിക്കലും ഇത് നടക്കത്തില്ല. എന്നാൽ എസെക്കിയേലിനോട് പറയുന്നു, എസെക്കിയേലേ, ആമേ, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാനായിട്ട് പോവുകയാണ്. ആമേ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇതിനകത്തേക്ക് ഊതിക്കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ അസ്ഥികളിലേക്ക് ഊതിക്കഴിയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. നീ അതിനോട് പ്രവചിക്കുവാൻ ആരംഭിക്കണം. ഹല്ലേലൂയ. എന്താണ് നീ പ്രവചിക്കേണ്ടത്? പണ്ട് യിരെമ്യാവിൽ കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തത്തെ നീ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വാഗ്ദത്ത വചനം ഇപ്പോൾ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി നീ സംസാരിക്കുവാൻ, പ്രവചിക്കുവാനായിട്ട് തുടങ്ങണം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സംഭവത്തിന്റെ മുമ്പേ തന്നെ ദൈവം ഇസ്രായേലിനൊരു വാഗ്ദത്തം കൊടുത്തിരുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ.
നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളാണെന്ന് എന്റെ ദൈവം അരുളി ചെയ്തു. അപ്പോൾ യിരെമ്യാവിൽ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തതായ വാഗ്ദത്ത വചനമുണ്ടല്ലോ, ആ വാഗ്ദത്ത വചനത്തിന്റെ നിവൃത്തീകരണം ഇപ്പോൾ നടക്കണമോ? ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കണമോ? ഒരു അടയാളം ഇപ്പോൾ നടക്കണമോ? ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. എന്താണ് പ്രവചിക്കേണ്ടത്? പണ്ട് നിന്നോട് പറഞ്ഞ വാഗ്ദത്ത വചനം, അവയെ നോക്കി സംസാരിക്കാൻ തുടങ്ങണം. കണ്ണുകൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് നടക്കത്തില്ല, ഇത് ജീവിക്കത്തില്ല, ഇത് ഒരിക്കലും സംഭവിക്കത്തില്ല. എന്നാൽ എന്റെ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അതിനകത്തേക്ക് ഊതിക്കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനുമേൽ കടന്നു വരുമ്പോൾ നീ എന്തു ചെയ്യണം? വിശ്വാസത്താൽ വാഗ്ദത്ത വചനം അതിനെ നോക്കി സംസാരിക്കാനായിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ എസെക്കിയേൽ അത് ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ താഴ്വരകളിൽ ഒരു അസ്ഥി കൂമ്പാരമായി കിടന്നതായ, അവൻ ഉണങ്ങിയ അസ്ഥി കൂമ്പാരം പോലെ കിടന്നതായ അവിടെ ഇസ്രായേൽ ജനം അവൻ ജനത്തെ നോക്കിയാണെന്ന് പറയുന്നത്. ഒരിക്കലും ഹോപ്പില്ല, ഒരിക്കലും പ്രത്യാശയില്ലായിരുന്ന ഇസ്രായേൽ ജനം ആ താഴ്വരയിൽ ഒരു വലിയ കൂട്ടം സൈന്യമായി എഴുന്നേറ്റു വരുന്നത് കാണുവാനിടയായി. ഇതുപോലെ തന്നെ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നു. അതിനെ വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇവിടെയും സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒരു മനുഷ്യദൃഷ്ടിയിൽ ഒന്നും സംഭവിക്കത്തില്ല, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ലാസറിത മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ചു. മനുഷ്യദൃഷ്ടിയിൽ ഇനി ഒരിക്കലും ജീവനില്ല, ഇനി ഇതിനകത്ത് ഒരു ഹോപ്പുമില്ല, ഇത് മരിച്ചു കഴിഞ്ഞു, നാറ്റം വെച്ചു കഴിഞ്ഞു, എഴുതി തള്ളിക്കഴിഞ്ഞു. എന്നാൽ അതിനെ നോക്കിയാണ് ഇന്ന് രാവിലെ നീ പ്രവചിക്കേണ്ടത്, അതിനെ നോക്കിയാണ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. കാരണം കർത്താവിന്റെ വാഗ്ദത്ത വചനം ഇതിനു മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാഗ്ദത്ത വചനം വിശ്വസിച്ചാൽ മാത്രം മതിയോ? വാഗ്ദത്ത വചനം വിശ്വസിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വം കാണുവാൻ കഴിയുമോ? ദൈവത്തിന്റെ അത്ഭുതം അതിനകത്ത് കാണുവാൻ കഴിയുമോ? ആ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കാണുവാൻ കഴിയുമോ? എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്. ഇവിടേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ഇവിടെ യേശു പറഞ്ഞ വാഗ്ദത്ത വചനം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? പോരാ, അവിടെ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിന്റെ മഹത്വം, ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളോട് വെളിപ്പെടണം. തീർച്ചയായും വെളിപ്പെടേണ്ട സമയം ഇപ്പോഴാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്, പല നാളുകൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്ത വചനമുണ്ടല്ലോ, അത് പ്രവൃത്തി മണ്ഡലത്തിൽ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം അടയാളങ്ങളോടുകൂടെ ആ വിഷയത്തിൽ വെളിപ്പെട്ടു വരേണ്ട സമയം ഇപ്പോഴാണ്. ഇത് രാവിലെ നീ അത് വിശ്വസിക്കുന്നുവോ? ഇപ്പോഴാണ് എന്റെ വിടുതലിന്റെ സമയം, ഇപ്പോഴാണ് എന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിന്റെ സമയം. ഇത് 2014 ഈ മാസമാണ് എന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ സമയം. ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്ത വചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയം ഇപ്പോഴാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വാഗ്ദത്ത വചനം ഇങ്ങനെ ഉരുവിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ, ഞാനായിട്ട് ചില പ്രവൃത്തികളും കൂടെ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അടയാളങ്ങൾ അവിടെ വെളിപ്പെട്ടു വരികയുള്ളൂ. ഇവിടെ നോക്കുക, ഈ ചാപ്റ്ററിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. 3 കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1, കർത്താവിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ടു വരണമോ? 1, അന്തരീക്ഷത്തെ ഞാൻ ഒരുക്കിയെടുക്കണം. ദൈവിക വാഗ്ദത്തം അടയാളത്തോടുകൂടെ വെളിപ്പെട്ടു വരേണ്ട ആ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായിട്ട് അന്തരീക്ഷത്തെ ഞാൻ ഒരുക്കി കൊടുക്കണം. ഒന്നുകിൽ അന്തരീക്ഷം ഒരുക്കുക എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നീ വിശ്വാസത്തിന്റെ വാഗ്ദത്ത വചനം വിശ്വാസത്താൽ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ലെങ്കിൽ നീ മൗനമായിരിക്കണം.
പലപ്പോഴും നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുകയും ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ ആ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയം കടന്നു വന്ന്, അവിശ്വാസം കടന്നു വന്ന്, അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയാൻ തുടങ്ങും. അപ്പോൾ ഒന്നുകിൽ വിശ്വാസത്തിന്റെ വചനം, വിശ്വാസത്തിന്റെ വാഗ്ദത്ത വചനം, അത് കർത്താവ് അടയാളം വെളിപ്പെടുത്തുന്നത് വരെയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. എടുത്തവർ വേഗത്തിൽ ഈ തിരുവചനം എടുത്തൊന്ന് വായിച്ചു തരിക. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരിക. യോശുവ ജനത്തോട്, ആർപ്പിടുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയുമരുത്, അതിന് ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. യേശു ദൈവം പറഞ്ഞതുപോലെ തന്നെ ആർപ്പിടുവാൻ പറയുന്നത് വരെ നീ മൗനമായിട്ടിരിക്കണം. അപ്പോൾ മൗനമായി ഇരിക്കുവാനാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. കാരണം അവിശ്വാസത്തിന്റെ വാക്കുകൾ ഈ സമയത്ത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. അടുത്ത ദിവസം പറഞ്ഞു, ഇതെങ്ങനെ നടക്കാനാ? ഇങ്ങനെ ഇരു തോണിയിൽ കാല് ചവിട്ടുന്നത് പോലെ വിശ്വാസം പറയുകയും ചെയ്യും, ഹൃദയത്തിന്റെ അകത്ത് സംശയം. ഇങ്ങനെ രണ്ട് രീതിയിൽ നീ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അടയാളത്തോട് അവിടെ വെളിപ്പെട്ടു വരികയില്ല. ഒന്നുകിൽ വിശ്വാസത്തിന്റെ വാഗ്ദത്ത വചനം ഡെയിലി ലൈഫിൽ, പ്രാർത്ഥനയിൽ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ആരാധനയിൽ എല്ലാം മറ്റവരോട് പറയുമ്പോൾ, നീ വ്യക്തിപരമായി കർത്താവിനോട് പറയുമ്പോഴൊക്കെ വിശ്വാസത്തിന്റെ വാഗ്ദത്ത വചനം യെസേക്കിയേൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഹോപ്പില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന യാതൊരു വിധത്തിലും അതിനകത്ത് പോസിറ്റീവ് കാണാതെ കിടക്കുമ്പോൾ അതിനെ നോക്കി പ്രവചിച്ചുകൊണ്ടേയിരിക്കണം. നിനക്കത് പ്രവചിക്കാൻ വയ്യ? മൗനമായിട്ട് കർത്താവിന്റെ വിടുതൽ വരെയും ഒറ്റ വാക്ക് വിശ്വാസം പറയാതെ, ഒറ്റ വാക്കിനെ സംശയിക്കാതെ മൗനമായി ഇരിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ ഒന്നാമത് ദൈവിക വാഗ്ദത്തം മഹത്വത്തോടെ വെളിപ്പെടേണ്ടതിന് ഒരു അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 37-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് 5-ാം അധ്യായം 37-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുന്നു. നോക്കുക, അവിടെ ഒരു അത്ഭുതം ആ ഭവനത്തിന്റെ ഉള്ളറകളിൽ നടക്കേണ്ടതിന് അവിടെ ഒരു അന്തരീക്ഷത്തെ ഒരുക്കിയെടുക്കുന്നതായി കാണുവാൻ കഴിയും. വായിക്കുക 37-ാം വാക്യം. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. അപ്പോൾ യേശു ആ സെലക്ടഡ് ശിഷ്യന്മാരെ മാത്രമാണ് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ശ്രദ്ധിക്കുക, കാരണം ഒരു അത്ഭുതം ആ ഭവനത്തിൽ ചെയ്യുവാനായി യേശു കടന്നു പോകുമ്പോൾ യേശുവിനോടൊപ്പം അത് വിശ്വസിക്കുവാൻ കഴിവുള്ള അതിന്റെ പിന്നിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ ശക്തിയുള്ള ശിഷ്യന്മാരായ 3 പേരെയാണ് തെരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയത്. ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് 12 പേരെയും കർത്താവ് കൊണ്ടുപോയില്ല. അതിന്റെ അകത്തും ഒരു സെലക്ഷൻ ഉണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ ഒരു അത്ഭുതം നടക്കണമോ? ആ അത്ഭുതം നടക്കേണ്ട സ്ഥലത്ത് ഹല്ലേലൂയ വിശ്വാസത്തിന് ഒരു അന്തരീക്ഷം ഉടലെടുക്കേണ്ടതിന് വിശ്വാസം പറയുന്ന വ്യക്തികളെ മാത്രം അവിടെ കൊണ്ടു ചെല്ലുക. അടുത്തത് അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിക്കുക. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തിയെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. അവിടെ നോക്കൂ, യേശു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഭവനാന്തരീക്ഷത്തെയും മുഴുവനും ആ അത്ഭുതം ചെയ്യത്തക്കവണ്ണം അന്തരീക്ഷത്തെ ഒരുക്കിയെടുക്കുന്നു. അവിടെ മുഴുവൻ നിലവിളിയും കരച്ചിലുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരുന്ന ഭവനാന്തരീക്ഷത്തിൽ നിന്ന് അവരെ ഒക്കെയും പുറത്താക്കി യേശുവും തെരഞ്ഞെടുക്കപ്പെട്ട 3 ശിഷ്യനും മരിച്ചു കിടന്ന പെൺകുട്ടിയുടെ അമ്മയും അപ്പനും മാത്രമല്ലാതെ വേറെ ആരും ആ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. സകലരെയും ആ ഭീവനത്തിൽ നിന്ന് പുറത്താക്കി.
അപ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ മഹത്വം അടയാളത്തോടുകൂടെ ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരണമോ? ഇന്ന് പകൽക്കാലം ആ ഭവനത്തിന്റെ അന്തരീക്ഷം അത്ഭുതങ്ങൾക്കായി അടയാളത്തിനായി അന്തരീക്ഷത്തെ ഒരുക്കിയെടുക്കുക. ഒരിക്കൽ പഴയ നിയമത്തിലെ ആമേൻ ആ വിധവയായ സ്ത്രീയുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വന്നപ്പോൾ എലിയാവിന്റെ അടുക്കൽ കടന്നു ചെന്ന സംഭവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എലീശയുടെ അടുക്കൽ കടന്നുപോയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? ആ എണ്ണ പല പാത്രങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിന്റെ വാതിലടച്ച് അമ്മയും ആ മക്കളും മാത്രം ശേഷിക്കുന്ന ഒരു അവസ്ഥ എവിടെ എത്തി? എന്താണ്? അത്ഭുതങ്ങൾ നടക്കണതിന് ആ അന്തരീക്ഷത്തെ ആ ഭവനത്തെ അതിനായിട്ട് ഒരുക്കിയെടുക്കണം. ഇന്ന് രാവിലെ നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ വീട്ടിന്റെ അകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അതിനായിട്ട് ഒരു അന്തരീക്ഷത്തെ ഇന്ന് പകൽക്കാലം ഒരുക്കി കൊടുക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ സ്ഥലങ്ങളിലും അത്ഭുതം മഹത്വത്തോടെ വെളിപ്പെടുമെന്ന് നീ കരുതരുത്. അത്ഭുതം വെളിപ്പെടുവാനായിട്ട് ഒരു അന്തരീക്ഷത്തെ, ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ട് ഒരു അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, നിന്റെ ഹൃദയത്തെ അതിനായിട്ട് ഒരുക്കിയെടുക്കണം. അവിടെ യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെന്നിട്ട് കല്ലറി കടുക്കിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി ശ്രദ്ധിക്കണം. മാർത്തയോടും മറിയയോടും യേശു സംസാരിക്കുന്ന വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ മാർത്തയിലും മറിയയിലും ആദ്യം അവരുടെ ജീവിതത്തില് ആ സമയത്ത് ആ സ്പോട്ടിൽ കർത്താവ് തന്റെ മഹത്വം അടയാളത്തോട് വെളിപ്പെടുത്തുമെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അവർ വാഗ്ദത്തവചനം കേട്ടതാണ്. എന്നാൽ ആ വാഗ്ദത്തവചനം ആ സമയത്ത് ആ മരിച്ച് നാറ്റം വെച്ച ആ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ആ സമയത്ത് വെളിപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പിന്നീട് അവരോട് സംസാരിച്ചിട്ട് അവിടെ ഹൃദയത്തെ ആ സ്പോട്ടിൽ തന്നെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ ഹൃദയത്തെ ഒരുക്കിയെടുക്കുന്നതായി കാണുവാൻ കഴിയും. കാരണം സംശയിച്ചിരുന്ന പിന്നത്തേതിലായിരിക്കും നടക്കുന്നതെന്ന് ചിന്തിച്ചിരുന്ന അവിടെ ഹൃദയത്തെ ആ സമയത്ത് ഒരു അത്ഭുതത്തിനായിട്ട് അവിടെ ഹൃദയത്തെ ഒരുക്കിയെടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ നിന്റെ വീട്ടിന്റെ അകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തില്, നിന്റെ സഭയ്ക്കകത്ത് ദൈവം തന്റെ മഹത്വം അടയാളത്തോടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഭവനത്തിൽ ഉള്ളവർ, സഭയ്ക്കുള്ളവർ, അതിനകത്തുള്ളവർ ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയത്തെ വിശ്വാസത്താൽ ഒരുക്കുക. അത് നാളെയല്ല, അത് മറ്റന്നാളല്ല, വരും കാലത്തല്ല, ഇപ്പോഴാണ് എന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ സമയം ഇപ്പോഴാണെന്ന് ആത്മാവിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞ വാഗ്ദത്തം അത് നിവർത്തീകരിക്കേണ്ട സമയം ഇപ്പോഴാണ്. ആകയാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസത്തെ നീക്കി, സംശയത്തെ നീക്കി, വിശ്വാസത്താൽ ആ തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കേണ്ട സമയം ഇപ്പോഴാണ്. ആകയാൽ ഇന്ന് രാവിലെ വാഗ്ദത്തങ്ങളെ കാണുവാൻ കണ്ണോ നോക്കിക്കൊണ്ടിരിക്കുന്ന, കാതോർത്തുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തെ ഇന്ന് രാവിലെ പ്രിപ്പയർ ചെയ്യുക. സംശയത്തെ നീക്കി മാറ്റുക. അടയാളം കണ്ടില്ല, യാതൊരു കാറ്റും കണ്ടില്ല, മഴ കണ്ടില്ല, പക്ഷേ ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിലെ സംശയങ്ങളെ നീക്കി മാറ്റി ഹൃദയത്തിന്റെ ഉള്ളറകൾ ഇന്ന് രാവിലെ വിശ്വാസത്താൽ നിറയുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. 3, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുവാൻ, അടയാളങ്ങൾ വെളിപ്പെട്ടു വരുവാൻ നമ്മളായി തന്നെ വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ എടുത്തു മാറ്റാതെ കർത്താവിന്റെ മഹത്വം അടയാളത്തോട് അവിടെ വെളിപ്പെട്ടു വരികയില്ല. ഇന്ന് രാവിലെ ചില തടസ്സങ്ങൾ ഹല്ലേലൂയ, ഞാൻ തന്നെ വെച്ചിരിക്കുന്ന തടസ്സങ്ങളുണ്ട്, ഞാൻ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റാതെ കർത്താവിന്റെ മഹത്വം ആ സ്ഥാനത്ത്, ആ വിഷയത്തിന്മേൽ വെളിപ്പെട്ടു വരികയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ 11-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. അവിടെ നോക്കുക,
യേശു മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കടന്നു വന്നിട്ട് ഇപ്പോൾ യേശു കർത്താവ് കല്ലറയ്ക്കടുക്കിലേക്ക് കടന്നു വരികയാണ്. കല്ലറയ്ക്കടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ അവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ലാസറെ ആ കല്ലറ അടുക്കിലേക്ക് യേശു കടന്നു ചെന്നിട്ട് യേശു പറയുന്ന ചില വാക്കുകളെ ശ്രദ്ധിക്കുക. 11-ാം അധ്യായം 39-ാം വാക്യം. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. കല്ല് നീക്കുവിൻ. വാസ്തവത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കാനായിട്ടാണ് അവിടെ കടന്നു വന്നത്. യേശു കർത്താവ് അടയാളത്തോടുകൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ടാണ് വന്നു നിൽക്കുന്നത്. യേശു കർത്താവ് ഇതിനു മുമ്പ് മാർത്തയോട് പറഞ്ഞ വാഗ്ദത്തം അതിന്റെ പൂർത്തീകരണം ചെയ്തെടുക്കുവാനായിട്ടാണ് യേശു ഇവിടെ കടന്നു വന്നത്. യേശുവിന് ലാസറിനെ ഉയർപ്പിക്കുവാൻ ശക്തി ഉണ്ടെങ്കിൽ ഒരു കല്ല് മാറിപ്പോക എന്ന് പറഞ്ഞാൽ ആ കല്ല് അവിടുന്ന് മാറിപ്പോകും. പിന്നെ എന്തുകൊണ്ട് യേശു തന്നെ ശിഷ്യൻ അവിടെ നിൽക്കുന്ന ജനത്തോട് പറയുന്നു, കല്ല് നീക്കുവിൻ, കല്ല് നീക്കുവിൻ. ആ കല്ല് നമ്മൾ തന്നെ എടുത്തു വെച്ച കല്ലുകളാണ്. ഈ കല്ലുകൾ നമ്മൾ തന്നെ ഉരുട്ടി മാറ്റണം. കർത്താവിന് അത്ഭുതം ചെയ്യാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇവിടെ ഞാൻ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തതായിട്ടുണ്ട്. കർത്താവ് ചെയ്യുവാൻ ശക്തനായി, കർത്താവ് ആ പ്രവൃത്തി ചെയ്യുവാൻ, കർത്താവ് ഒരു അടയാളം ചെയ്യുവാൻ, കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ നിന്റെ വീട്ടിൽ, നിന്റെ അടുക്കൽ വന്നു നിൽക്കുന്നു. എന്നാൽ ചില തടസ്സങ്ങൾ അതിന് മുന്നിലുണ്ട്. അത് ഞാൻ തന്നെ വെച്ച തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളെ ഞാൻ തന്നെ എടുത്തു മാറ്റേണ്ട സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ തടസ്സങ്ങൾ? നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക. നമ്മൾ തന്നെ ഉരുട്ടി കൊണ്ടുവച്ച ചില കല്ലുകളുണ്ട്. അത് കർത്താവ് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഒരിക്കലും നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ട് കർത്താവിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുവാൻ നമ്മൾ വളരെ വളരെ ശക്തിയോടെ നിൽക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ മനസ്സിലാക്കുക, കർത്താവ് തന്നെ പ്രവൃത്തി ചെയ്യും. അവൻ വിശ്വസ്തൻ, മാറിപ്പോകാത്തവൻ, മാറ്റമില്ലാത്തവൻ. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തൻ തന്നെ. അവൻ കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരായി മാറരുത്. കർത്താവ് അത് ചെയ്തു തരും. എന്നാൽ ഞാൻ ചെയ്യേണ്ട ചില പാട്ടുകളുണ്ട്, ഞാൻ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്, ഞാൻ പ്രവർത്തിക്കേണ്ട ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കേണ്ട, അന്വേഷിക്കേണ്ട, മുട്ടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാത്തോളം കാലം കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരികയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളായി ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകളെ ഇന്ന് രാവിലെ നമ്മളിലേക്ക് നോക്കുക. എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മോട് സംസാരിച്ചതായ രഹസ്യഭാവങ്ങളുണ്ട്. ആർക്കും കാണുവാൻ കഴിയാത്ത, ആർക്കും അറിയുവാൻ കഴിയാത്ത വ്യക്തിപരമായ ജീവിതത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ചില സീക്രട്ട് സിൻസുകളുണ്ട്. പല സമയത്തും പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അത് നീ എടുത്തു മാറ്റ. അത് നിന്റെ ജീവിതത്തിൽ ഇരിക്കുന്നോളം, ആ പാപം അവിടെ ഇരിക്കുന്നോളം കാലം ദൈവത്തിന് തന്നെ പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ട് കഴിയയില്ല. ഇന്ന് രാവിലെ ആ പാപം അവിടെ ഇരിക്കുമ്പോൾ ആ പാപത്തിന്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയും ഉണ്ട്. ആ പൈശാചിക ശക്തി നിന്നെ വിട്ടുപോകണമെങ്കിൽ ആ രഹസ്യ പാപങ്ങളെ ഇന്ന് പകൽക്കാലം വിട്ടുകളക. അതിൽ നിന്ന് നീ രക്ഷപ്പെട്ട് പുറത്തു വരുവാൻ കർത്താവ് പലപ്പോഴും നമ്മോട് പറഞ്ഞതാണ്. എന്നിട്ടും നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കണോ? ചില വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ കർത്താവ് നമ്മോട് പലപ്പോഴും പറഞ്ഞതാണ്. അത് നിനക്ക് ആവശ്യമില്ല, അതെടുത്ത് കളയുവീൻ. ആ വിഗ്രഹാരാധന അതൊന്ന് വിട്ടു മാറുവീൻ, വിട്ടിറങ്ങിത്തിരിക്കുവീൻ. അത് നിന്റെ ഭവനത്തിൽ നിന്ന് എടുത്ത് വലിച്ചെറിയുവീൻ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ട സകലതും എടുത്തു നീക്കുക എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് ഇന്നും മാറ്റാത്ത വെച്ചിരിക്കുന്ന കല്ലുപോലെ അത് നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട്
വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം അടയാളത്തോട് അവിടെ വെളിപ്പെട്ടു വരികയില്ല. ചിലതൊക്കെ ക്ഷമിക്കുവാനായിട്ടുണ്ട്, ചിലതൊക്കെ ചില വ്യക്തികളോട് നിരപ്പ് പ്രാപിക്കാനായിട്ടുണ്ട്. പല പ്രാവശ്യം കർത്താവ് നമ്മോട് പറഞ്ഞതാണ്. പക്ഷേ അത് നിരപ്പാകുവാനോ ക്ഷമിച്ച് കളയുവാനോ മറക്കുവാനോ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ചിലതൊക്കെ കർത്താവ് നമ്മോട് പറഞ്ഞതാണ്, എടുത്തു കളയുക, അത് എടുത്തു കളയുക, അത് നിന്റെ വീട്ടിൽ വെക്കരുത്, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ആ വിഗ്രഹം ഉണ്ടാകരുത്. കർത്താവിനേക്കാൾ അധികമായി നീ സ്നേഹിക്കുന്ന, നിന്റെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്ന അത് എടുത്തു കളയുക എന്ന് കർത്താവ് പലപ്പോഴും നമ്മോട് പറഞ്ഞതാണ്. ചിലരൊക്കെയും കൊടുത്തു തീർക്കാനായിട്ടുള്ളതുണ്ട്. ഹല്ലേലൂയ. കൊടുത്തു തീർക്കാത്തോളം കാലം ഇന്ന് അതിന്റെ മേൽ ഒരു അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില അവകാശവാദങ്ങൾ നിന്റെ ജീവിതത്തിൽ കിടപ്പില്ലയോ, അത് കൊടുത്തു തീർക്കാനുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു, അനാഥമാരുടെയും വിധവമാരുടെയും കണ്ണുനീര് നിങ്ങളുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? വേഗത്തിൽ ഓടിച്ചെന്ന് ആ അനാഥനോട്, ആ വിധവയോട് കടന്നു ചെന്ന് നിരപ്പ് പ്രാപിക്കാത്തോളം കാലം അനാഥരുടെയും വിധവമാരുടെയും കണ്ണുനീര് നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയില്ല. മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ നിന്റെ ജീവിതത്തിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിൽ കർത്താവിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയില്ല. ഇതേ ഈ പറഞ്ഞ ഓരോ ലിസ്റ്റിന്റെ അകത്ത് നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇന്ന് രാവിലെ കിടപ്പുണ്ടെങ്കിൽ ആ കല്ല് ഇന്ന് രാവിലെ നീ ഉരുട്ടി മാറ്റണം. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയം ഇപ്പോഴാണ്. ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുവാൻ എഴുന്നേറ്റ് കടന്നു വന്ന് നീക്കേണ്ടത്, ഉരുട്ടി മാറ്റുവാൻ ഇന്ന് പൽക്കാലം നീ തയ്യാറായാൽ കർത്താവിതാ അതിന്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ തയ്യാറായി നിന്റെ അടുക്കൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മറക്കരുത്, ഉരുട്ടി മാറ്റണം, കല്ല് നീക്കിക്കളയണം. നമ്മൾ വിചാരിക്കുന്നത് പ്രസംഗിക്കാൻ എളുപ്പമാ, കേൾക്കുവാൻ എളുപ്പമാണ്. ഒരു വലിയ പാറ ഉരുട്ടി മാറ്റുന്നത് പോലെ എടുത്തു മാറ്റുവാനും കുറച്ച് വിഷമമുണ്ട്. അതിന് നീ ശ്രമിച്ചേ പറ്റൂ. എളുപ്പം പറ്റുകയില്ല. എന്റെ കർത്താവിന്റെ മഹത്വം എന്റെ ഭവനത്തിൽ വെളിപ്പെടേണ്ട സമയം ഇതാണ്, ഇനി ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കയില്ല എന്ന് പറഞ്ഞ് അതിനെ ഉരുട്ടി, എത്ര വെയിറ്റ് ഉള്ളതാണെങ്കിലും, എത്ര അപ്പിപ്പിടിച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, വർഷങ്ങളായ വിഷയങ്ങളാണെങ്കിലും അത് ശാപമായി എന്റെ ജീവിതത്തിൽ ഇനി തുടരുത് കർത്താവേ. ഇനി ആ ശാപം എന്റെ വീട്ടില്, എന്റെ ഭവനത്തിൽ ഉണ്ടാകരുത്. ആ കണ്ണുനീരിന് ഞാൻ പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ് എഴുന്നേൽക്ക്. ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ്, ആമേൻ, എനിക്ക് മനസ്സില്ലെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറ, ആത്മാവേ എന്നെ ഒന്ന് സഹായിപ്പാൻ കൂടവാ. പരിശുദ്ധാത്മാവ് സഹായിക്കും. ആത്മാവാണോ ഈ വിഷയം നിന്നോട് പറഞ്ഞുവെങ്കിൽ പരിശുദ്ധാത്മാവ് തീർച്ചയായും നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ആത്മാവിന്റെ സഹായത്താൽ ആ കല്ല് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുവീൻ, നീക്കി മാറ്റിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? 40-ാം വാക്യം വായിക്കുക. യേശു അവരോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അടുത്തത്, അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞപ്പോ യേശുവിന്റെ പാട്ട് അവിടെ ചെയ്യുന്നു. നോക്കുക, ഞാൻ എഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്റെ ദൈവവും എന്റെ അടുക്കലേക്ക് അടുത്തു വരും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ വചനത്തനുസരിച്ച് കർത്താവ് അവിടെ ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമന കല്ല് അവിടെ നീക്കിക്കഴിഞ്ഞപ്പോ എന്റെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന 43-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു.
അതാ ദൈവം തന്റെ മഹത്വം അടയാളത്തോട് കൂടെ വെളിപ്പെട്ടു വരുന്നു. വെളിപ്പെടുവാൻ അതുവരെ തടസ്സമായി നിന്ന എന്റെ പാട്ട് ഞാൻ ചെയ്ത് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ യേശു താൻ ചെയ്യാനുള്ള പ്രവൃത്തികളും മഹത്വത്തോടെ ആമേൻ അടയാളത്തോടു കൂടെ അവിടെ വെളിപ്പെടുത്തുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അവിടെ എന്താ നടന്നത്? മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. 4 ദിവസമായി നാറ്റം വെച്ച് കിടന്നാലും ശരി, പുറത്തു വരുവാൻ കഴിയാതെ തല കുനിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്നാലും ശരി, പരസ്യ കോലമാകുന്ന രീതിയിൽ അവൻ നാറ്റം വെച്ച സംഭവമായാലും നിയമക്കുറുക്കുകളാൽ ായാലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ തടസ്സങ്ങളിട്ട് ഒരു സർക്കിളിന്റെ അകത്തിട്ട് അവൻ നിന്നെ നട്ടം കറക്കുന്ന പോലെ വട്ടം കറക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമായാലും ഇന്ന് രാവിലെ ഒരു ഹോപ്പുമില്ല, മെഡിക്കൽ സയൻസ് പറയുന്നു ഇതിനകത്ത് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ വിഷയമായാലും ശരി, യേശുവിന്റെ ഒറ്റവാക്കിനാൽ അത് 18 വർഷമാകട്ടെ, അത് 12 വർഷമാകട്ടെ, ജന്മനാ കുഞ്ഞനാകട്ടെ, ജന്മനാ അത് ഒരു പ്രയാസമായി ജനിച്ചതായിട്ട്, ഹല്ലേലൂയ, പൈശാചിക ബന്ധനത്താൽ പീഡിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായാലും യേശുവിന്റെ ഒറ്റവാക്കിനാൽ, യേശുവിന്റെ ഒറ്റവാക്കിനാൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ ഉടനെ ഇതാ മരിച്ച ലാസർ പുറത്തു വന്നു. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ, ആമേൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കരുത്തിലുള്ളവൻ ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ നോക്കി വീണ്ടും വിളിച്ചു പറയുകയാണ്. ആമേൻ. 11-ാം അധ്യായം അതിന്റെ 25, 26, 27 വാക്യത്തിൽ പറയുന്നത് ഒന്ന് വായിക്കുക. 11-ന്റെ 25, 26, 27 വാക്യങ്ങൾ. ഇതെന്തിനാണ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നു വെച്ചാൽ തിരുവചന ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അത് വിശ്വാസമായി പരിണമിച്ചു വരട്ടെ. ഹൃദയത്തിന്റെ ഉള്ളറകൾ നീ വിശ്വസിക്കുന്ന കർത്താവ് ആരാണെന്ന് ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയല്ല, നിന്നെ കൊണ്ട് വിശ്വാസത്താൽ ആത്മാവിന്റെ ശക്തിയാ ചില പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആകയാൽ ആ തിരുവചനം ഒന്ന് വായിക്കുക. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ യേശു ആരാണെന്ന് ഇന്ന് രാവിലെ നീ കേട്ടപ്പോൾ ആ കർത്താവിനെ നീ വിശ്വസിക്കുന്നുവോ കർത്താവിന്റെ മക്കളെ? ഇന്ന് രാവിലെ ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നിന്ന് മരണം നീങ്ങി മാറിയെന്ന് നീ വിശ്വസിക്കുന്നുവോ? മരണ ഭയം നിന്നു വിട്ടുപോയെന്ന് നീ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുവോ? കാരണം യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്തത്, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച നിന്റെ ജീവിതത്തിൽ നിന്ന് മരണം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നീ വിശ്വസിക്കുമോ? മാർത്ത വിശ്വസിച്ചു. ഇന്ന് രാവിലെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാ നിന്റെ ഭവനത്തിനകത്ത് അടയാളങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഇന്ന് രാവിലെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വാഗ്ദത്ത വചനം ഇന്ന് നിവൃത്തീകരിക്കുന്ന പകൽക്കാലമാണ്. ഈ മാസം, ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തത്തിന്റെ നിറവേറലിന്റെ സമയമാണെന്ന് ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുക. ഹല്ലേലൂയ, ആമേൻ. വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്നെങ്കിലും ലാസർ കെട്ടപ്പെട്ടവനായിട്ടാണ് പുറത്തു വന്നത്. കർത്താവിന് ആ കെട്ടുകൾ അഴിച്ചുവിട്ടൂടെ? തീർച്ചയായും ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദത്തിൽ ആ കെട്ടുകളും അഴിഞ്ഞു മാറേണ്ടതാണ്. തീർച്ചയായും ആ കെട്ടുകൾ അഴിഞ്ഞു മാറേണ്ടതായിരുന്നു. കർത്താവിന്റെ തിരുവചനത്തിലെല്ലാം നോക്കൂ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും ആ ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ സ്വതന്ത്രമായി.
എന്നാൽ ഇവിടെ നോക്കൂ, ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ മരണത്തിൽ നിന്നും അവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. പുറത്തു വന്നുവെങ്കിലും അവിടെ എഴുതിക്ക് 44-ാം വാക്യം, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. അവൻ എഴുന്നേറ്റു ജീവനുള്ളവനായിട്ട് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ കാലിനും കൈയും അനക്കാൻ വയ്യ, ശീല കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു, മുഖം അടച്ച് റൂമാൽ കൊണ്ട് മൂടിയിരിക്കുന്നു. ഈ കെട്ടുകളെ അഴിപ്പീൻ. യേശുവിനെ കെട്ടുകൾ അഴിച്ചു വിട്ടൂടെ? ഒരു വാക്കിനാൽ ഏറ്റവും വലിയ അത്ഭുതമായ ഇവിടെ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നുവെങ്കിൽ അവനെ കെട്ടിയിരിക്കുന്ന ഈ കെട്ടുകളെ കർത്താവിന് ഒറ്റ വാക്കിനാൽ അഴിച്ചു വിട്ടുകൂടായിരുന്നോ? തീർച്ചയായിട്ടും അഴിച്ചുവിടാം. പക്ഷേ ഈ കെട്ട് ആരാ കെട്ടിയത്? നമ്മൾ തന്നെ കെട്ടിയ ചില കെട്ടുകളുണ്ട്. ആമേൻ. ഇന്ന് രാവിലെ ആ കെട്ടുകൾ അടിച്ച് സ്വതന്ത്രമാകണം. യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രമാക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. പിന്നെയും നീ അടിമനുഖത്തിലേക്ക് പോയാൽ നീയും കെട്ടപ്പെട്ടു പോകും. അനേകർ വിചാരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ നീ നിൽക്കുന്ന സ്ഥലം എവിടെയാ? നീ എവിടെയാ നിൽക്കുന്നത്? ബന്ധനത്തിൽ നിന്നും ശാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കിയിട്ട് പറഞ്ഞു, നീ മുന്നോട്ട് പോകുവിൻ. പുറകോട്ടല്ല, മുന്നോട്ട് നിത്യതയെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ പറഞ്ഞിട്ട് വീണ്ടും അനേകർ വെട്ടികളഞ്ഞതും കെട്ടഴിച്ചമായ ബന്ധനത്തിൽ വീണ്ടും വന്ന് തലവെച്ചു കൊടുക്കുന്നു. അനേകരുടെ തലകളെ കെട്ടിയിരിക്കുന്നു, കൈകളെ കാലുകളെ കെട്ടിവെച്ചിരിക്കുന്നു. എന്നിട്ട് സകല പ്രവാചകന്മാരുടെ അടുക്കലേക്ക് കടന്നുപോയിട്ട് പറയുന്നു, ഓ ഞാൻ ബന്ധനത്തിലാ, എന്റെ കെട്ടുകളെ കെട്ട്. ഒറ്റ പ്രവാചകന് നിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ പറ്റത്തില്ല. നിന്നെ ക്രിസ്തു ഒരിക്കൽ സ്വതന്ത്രമാക്കിയതാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നീ ഉറച്ചു നിൽക്കുവാൻ പറഞ്ഞിട്ട് പിന്നെയും നീ മനഃപൂർവം വിട്ടുകളഞ്ഞ പാരമ്പര്യങ്ങളിലും വിട്ടുകളഞ്ഞ വിഘാരാധനയിലും വിട്ടുകളഞ്ഞ ബന്ധനത്തിലും പോയി നീ വീണ്ടും ഇരുന്നാൽ നീ അറിയത്തില്ല. നിന്റെ കാലുകളെ കൈകളെ നാവിനെ എല്ലാം ബന്ധിക്കും. രക്ഷിക്കപ്പെട്ട നാളിൽ നിനക്ക് സ്തോത്രവും സ്തുതികളും ഉണ്ടായിരുന്നു. ഇന്ന് നിന്റെ നാവിനെ കെട്ടിയില്ലേ? നീ ഇന്ന് പോകുന്ന ആരാധനയ്ക്കകത്ത് നിനക്ക് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നിന്നെ ആ പാരമ്പര്യം നിന്നെ തന്നെ ബന്ധിച്ചു. നാവുകളെ കെട്ടി ഒതുക്കി, കൈകളെ കാലുകളെ ഒതുക്കി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ആ ബന്ധനത്തെ അഴിച്ചു വിട്ടെങ്കിൽ മാത്രമേ ജീവനുള്ളൊരു ദേശത്ത് ആമേൻ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? ഹല്ലേലൂയ. ചില പാരമ്പര്യമായ ശക്തികളാൽ നീ ഇന്നും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവോ? ചില കടപ്പാടുകൾ, ആ കടപ്പാടുകളിൽ തന്നെ നീ കിടക്കുന്നത് കൊണ്ട് മനുഷ്യൻ തന്നെ നിന്നെ കെട്ടി ഒതുക്കുവാനായി തുടങ്ങി. നിന്റെ ശരീരത്തിൽ വീണ്ടും വിട്ട് കളഞ്ഞ വിഗ്രാരാധനയുമായി ബന്ധപ്പെട്ടുള്ള ചരടുകൾ ഓതി കെട്ടിയതും മറ്റുള്ള ചരടുകളും ചങ്ങലകളും ഒക്കെയും നിന്റെ ശരീരത്തിലുണ്ടോ, നിന്റെ ഭവനത്തിൽ വെച്ചിട്ടുണ്ടോ? അത് ഇരിക്കുന്നോളം കാലം നീ സ്വാതന്ത്ര്യമല്ല. നിന്റെ മേൽ എന്നും അവകാശം പറഞ്ഞു നിൽക്കുന്ന പാരമ്പര്യ പൈശാചിക ശക്തി നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും നീ കെട്ടപ്പെട്ട് കിടക്കുന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന തരുന്നു. നിന്റെ ശരീരത്തിന്മേൽ ഇന്നും പൈശാചിക ശക്തിക്ക് അവകാശമായി നിൽക്കുന്നുണ്ടോ? വിട്ടുകളഞ്ഞ പാരമ്പര്യ ശക്തികൾ ഇന്ന് നിന്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ അഴിച്ചുകള. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ ഇനി നിന്റെ ശരീരത്തിൽ ഉണ്ടാകരുത്, നിന്റെ ഭവനത്തിൽ ഉണ്ടാകരുത്. അതവിടെ ഇരിക്കുന്നോള് കാലം ഈ ബന്ധനത്തിൽ തന്നെയാണ്. യേശു നിന്നെ സ്വതന്ത്രമാക്കി. എന്നാൽ യേശു കർത്താവ് സ്വതന്ത്രമാക്കിയെങ്കിൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ആ സാക്ഷാൽ സ്വാതന്ത്ര്യം ഇന്ന് രാവിലെ നിന്റെ ശരീരത്തിലും
നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും അനുഭവിക്കണമെങ്കിൽ വിട്ടുകളഞ്ഞത് വിട്ടുകളക, അതിനെ വലിച്ചെറിയുക, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്നാണ് തിരുവചനം വിളിച്ചു പറഞ്ഞത്. സകല നിന്റെ മേൽ വെച്ചിരിക്കുന്ന പൈശാചിക നുഖങ്ങള്, അവൻ മനുഷ്യൻ വെച്ചിരിക്കുന്ന നുഖങ്ങള് ഇന്ന് വൽക്കാലം ഒടിച്ച് സ്വാതന്ത്ര്യം ശരീരത്തിലും ആത്മാവിലും അനുഭവിക്കുവാൻ, മുന്നോട്ട് ചുവടുകൾ വെക്കുവാൻ കർത്താവ് ഇന്ന് രാവിലെ ആഹ്വാനം തരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ, അവൻ മുന്നോട്ട് പോകട്ടെ. കാരണം നിന്നെ അന്വേഷിച്ച് ആയിരങ്ങൾ ആ പുറത്തു നിൽക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവനെ കണ്ട്, ഈ അത്ഭുതം കണ്ട്, ഈ അടയാളം കണ്ട് അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. അതെ, നിന്നെ കാത്തുതാ പുറത്ത് ആൾക്കാർ കിടക്കുന്നു. വീണ്ടും നീ കെട്ടപ്പെട്ടവനായോ? അതെ, രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ വീണ്ടും കെട്ടപ്പെട്ടവനായി സമൂഹത്തിന് മുമ്പിൽ നീ കിടക്കുന്നെങ്കിൽ യേശുവിൽ ആരും വിശ്വസിക്കത്തില്ല. നിന്റെ സ്വാതന്ത്ര്യ ജീവിതം, നിന്റെ ജീവിതത്തിലെ സന്തോഷം, നിന്റെ ജീവിതത്തിലെ സമാധാനം, നിന്റെ ജീവിതത്തിലെ വിടുതൽ അടയാളത്തോടെ വെളിപ്പെട്ട് വന്നത് കണ്ട് അനേകർ യേശുവിലേക്ക് വരാനായിട്ടുള്ളതുണ്ട്. ഇന്ന് രാവിലെ ചില കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് പോലെ, ബന്ധനത്തിൽ കിടക്കുന്ന പോലെ ബന്ധനത്തെ അഴിച്ച് സ്വതന്ത്രമാക്കി വിടുവാൻ കർത്താവിന് വൽക്കാലം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു ഇന്നും തന്നെ കരം കുറിയിട്ടില്ല. നിനക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് കടന്നു വന്ന് നിൽക്കുകയാണ്. അത് കല്ലറയുടെ അടുക്കലായിരിക്കാം, നാറ്റം വെച്ച അവസ്ഥയുടെ അടുക്കലായിരിക്കാം, ഹല്ലേലൂയ, സിനിമ കുരുക്കുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുടെ നടുവിലായിരിക്കാം യേശു വന്ന് നിൽക്കുന്നത്. കർത്താവിന് പ്രവർത്തിക്കുവാൻ സമയം ഇപ്പോഴാണ്. ആമേൻ. കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണത്തിന്റെ സമയം ഇപ്പോഴാണ്. യേശു അത് ചെയ്യുവാൻ അടുക്ക വന്ന് നിൽക്കുമ്പോൾ നീ ചെയ്യേണ്ട പാട്ടുകൾ ചെയ്യുവാൻ എഴുന്നേൽക്കുക. അവൻ സടകുടൻ എഴുന്നേൽക്കുക. നിനക്ക് ചില യുദ്ധം ചെയ്യാനുണ്ട്, ചില ആക്ഷനിലേക്ക് ഇറങ്ങാനുണ്ട്, ചിലർക്ക് മുട്ടണം, ചിലർക്ക് അന്വേഷിക്കാനുണ്ട്, ചിലർക്ക് നീ പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ടുണ്ട്. ഇന്ന് വൽക്കാലം വിട്ടുകളയുവാൻ, എടുത്തു കളയുവാനുണ്ട്. ഇന്ന് വൽക്കാലം എഴുന്നേൽക്ക്. നിന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്നോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങൾ നിറവേറണമോ? കർത്താവ് പറഞ്ഞത് അനുസരിക്കൂ. ഒബേ. കർത്താവ് പറഞ്ഞത് തിരിച്ച് എന്തിനാ കർത്താവേ, എന്തിനായത് എന്ന് ചോദിക്കാതെ നീ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം തന്നെ മഹത്വം ഇപ്പോൾ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ മകളെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം നീ കാണാൻ പോകുകയാണ്. ദൈവത്തിന് മഹത്വം എങ്ങനെയാ വെളിപ്പെടുന്നത്? അടയാളങ്ങൾ കാണിച്ച് അതിൽ കൂടെ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. ഈ അടയാളം മനുഷ്യരാലല്ല നടന്നത്, ഡോക്ടറാലല്ല നടന്നത്, ഏതെങ്കിലും വ്യക്തികളാലല്ല നടന്നത്, എന്റെ കർത്താവ് തന്നെയാണ് നടന്നത് എന്ന് പറയത്തക്ക വണ്ണം 4 ദിവസമായി ചീഞ്ഞളിഞ്ഞ നാറിയ വിഷയമായാലും ഒരു മനുഷ്യനോ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ആ ദമ്പതിച്ച് തകർന്നു കിടക്കുന്ന വിഷയമായാലും, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനായാലും ശരി, എല്ലാ നിയമക്കുരുക്കുകളാലും വാതിലുകൾ കൊട്ടിയടച്ച് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ കിടന്നാലും ശരി, ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു അടയാളം നിന്റെ ജീവിതത്തിൽ കാണിച്ച് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് ഈ 4 ദിവസം വെച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ടാണ് ഇത്രയും ദിവസം നിന്നെ കാത്തിരുപ്പിച്ചത്. എന്തിന് ഓരോ ദിവസം ഇരിക്കുന്നതോട് ഒന്നും കൂടെ വേഴ്സായി ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തില് ഇന്ന് രാവിലെ ചില കുരുക്കിൽ വീണ് കിടക്കുന്ന സഹോദരി, ചില കുരുക്കിൽ വീണ് കിടക്കുന്ന സഹോദര, ഇന്ന് വൽക്കാലം ഹല്ലേലൂയ അവിടം വരെ കൊണ്ടെത്തിച്ചത് എന്റെ കർത്താവാണ്. കാരണം ഒരു അടയാളം വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യന് തന്നെ മഹത്വം വിട്ടുകൊടുക്കുകയില്ല. ഈവൻ തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അടയാളത്തോടുകൂടെ തന്നെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് കർത്താവ് നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരികയാണ്, നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് പൽക്കാലം യേശു തുറന്നു വരിക എന്ന് പറഞ്ഞ പോലെ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ പോലെ, അവന്റെ കെട്ടഴിപ്പീൻ എന്ന് പറഞ്ഞ പോലെ, ഇന്ന് രാവിലെ നിന്റെ നാവിൽ ഇത് അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം യേശു പറഞ്ഞ പോലെ അഭിഷേകത്തിന്റെ ശക്തിയോട് വിശ്വാസത്താൽ ഇന്ന് പൽക്കാലം ചില മലകളെ നോക്കി, ഇന്ന് പൽക്കാലം തുറന്ന് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി ഇന്ന് രാവിലെ നീ സംസാരിക്കാൻ തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരിക, യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറന്നു വരിക. ഇന്ന് രാവിലെ നിന്റെ വായിൽ ബലം കൽപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. അധികാരം കൈമാറിയ കുഞ്ഞുങ്ങളെ, അധികാരം കൈ കിട്ടിയ കുഞ്ഞുങ്ങളെ അധികാരം ഉപയോഗിക്ക, അഭിഷേകം ഉപയോഗിക്ക. അടഞ്ഞു കിടക്കുന്ന വാതിലെ നോക്കി കരയുകയല്ല, ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ്
ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി കരയുകയല്ല വേണ്ടത്. നീ അതിനോട് പ്രവചിക്കാൻ തുടങ്ങ്, വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങ്. അതിതാ എഴുന്നേറ്റ് വരും, അത് എഴുന്നേറ്റ് വരും. അടഞ്ഞ വാതിലുകൾ തുറക്കും. മരിച്ചു കിടക്കുന്ന അവസ്ഥയായാൽ ഇന്ന് വേക്കാലത്ത് തുറന്നു വരും. ഇന്ന് വായിൽ വിശ്വാസത്തോടെ ചില വാക്കുകൾ കൽപ്പിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക്. നിന്നോട് തന്നെ നീ കൽപ്പിക്ക്. നിന്റെ ശരീരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന രോഗബന്ധനങ്ങളെ നോക്കി ഇന്ന് വേക്കാലം വാഗ്ദത്ത വചനം ഉച്ചരിക്ക്. ഓ നിന്നോട് പറഞ്ഞ വാഗ്ദത്ത വചനത്തിന്റെ നിവൃത്തീകരണം ഇന്ന് പകൽക്കാലമാണ്. ശത്രു പറയുന്നത് നാളെയാ, ഇപ്പോഴല്ല, നാളെ, പിന്നെ എത്ര നാൾ പ്രാർത്ഥിച്ച് കിട്ടിയില്ലല്ലോ. എന്നാൽ ഇന്ന് നീ പറ, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാ. വർഷങ്ങളായി കാത്തിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിന്റെ സമയം ഇപ്പോഴാണ്. ചിലത് ഇപ്പോൾ നീക്കി മാറ്റേണ്ടതായിട്ടുണ്ട്, എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഇന്ന് നീ മാറ്റിക്കൊടുക്ക. ദൈവ പ്രവൃത്തിക്കായി നിന്റെ ഭവനത്തെ, അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്ക്. നിന്റെ വ്യക്തിപരമായ ജീവിതം ഒരുക്കി കൊടുക്ക്. നിന്റെ ജീവിതം ഒരുക്കി കൊടുക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്ക്. ഹൃദയത്തിലെ അവിശ്വാസങ്ങളെ എടുത്തു കളഞ്ഞ്, സംശയങ്ങളെ എടുത്തു കളഞ്ഞ് ദൈവപ്രവൃത്തിക്കായിട്ട് യായിറോസിന്റെ ഭവനത്തെ ദൈവപ്രവൃത്തിക്കായി ഒരുക്കി എടുത്തതുപോലെ നിന്റെ ഭവനത്തെ വൽക്കാലം ഒരുക്കി കൊടുക്ക. ചില കാര്യങ്ങൾ നീ ആക്ഷനിലേക്ക് ഇറങ്ങിയേ പറ്റൂ. ചില കാര്യങ്ങൾ നീ പ്രവർത്തിച്ച് ഇറങ്ങിയേ പറ്റൂ. അല്ലെ കല്ലുകൾ ഉരുട്ടി മാറ്റണമെങ്കിൽ കല്ല് ഉരുട്ടി മാറ്റി ചില ശക്തി അതിനകത്ത് പ്രയോഗിച്ചേ പറ്റൂ. ചിലക്ക് നീ ചെയ്തേ പറ്റൂ. നീ ചെയ്യണം. കർത്താവ് ചെയ്യുവാൻ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. എല്ലാ കണ്ണുകളും രാവിലെ അടയട്ടെ. കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് പറയുന്നു, ആമേൻ മാർത്തേ, ഇന്ന് രാവിലെ നിന്റെ പേര് നോക്കി പറയുന്നു, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഇന്നല്ല ഇത് കേൾക്കുന്നത്, പല നാളും നിന്നോട് ഇത് പറഞ്ഞതാ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മഹത്വം എങ്ങനെയാ കാണുന്നത്? കർത്താവിന്റെ അടയാളത്തോടു കൂടെ നിന്റെ വീട്ടിലത് വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പറഞ്ഞ വാഗ്ദത്തം ഇന്ന് വൽക്കാലം വീണ്ടും ഉച്ചരിച്ച് ചില പ്രവൃത്തികൾക്കായി ഒരുക്കി കൊടുക്ക. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങട്ടെ. നിന്റെ ആലയത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ആലയത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങേണ്ടതിന് അതിനെ ഒരുക്കി കൊടുക്കുക, ഇറങ്ങുവാൻ ഒരുക്കി കൊടുക്കുക. പലരും പറയുന്നത് ആരാധന വെളിപ്പെടത്തില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന അന്തരീക്ഷം ആലയത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങും. നിന്നിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ അവൻ അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്കുക. ഒരു അത്ഭുതം ഇന്ന് രാവിലെ നീ പ്രതീക്ഷിക്കുന്നുവോ? ഒരു അന്തരീക്ഷത്തെ ഒരുക്കി കൊടുക്കുക. വിശ്വാസത്താൽ നിന്റെ ഹൃദയം നിറയട്ടെ. ഇന്ന് പകൽക്കാലം നീക്കേണ്ടത് നീക്കിമാറ്റി, തടസ്സങ്ങളെ നീക്കിമാറ്റി ദൈവ പ്രവൃത്തിക്കായിട്ട് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ അത്ഭുതം റിസീവ് ചെയ്യുവാൻ, കർത്താവിന്റെ അത്ഭുതം ഇന്ന് ആൾക്കാരെ ക്ലെയിം ചെയ്തെടുക്കുവാൻ ഒരുങ്ങി നിന്നുകൊള്ളു. ദൈവം ഇതാ എഴുന്നേൽക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം എഴുന്നേൽക്കുന്നു. വിശ്വാസത്തോടെ ഇന്ന് രാവിലെ കൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എസെക്കേൽ പറഞ്ഞ പോലെ പ്രവചിക്കുവാൻ ആരംഭിക്കുക. താഴ്വരയില് ഇതാ ഉണങ്ങി അസ്ഥികളായി കിടന്ന സ്ഥാനത്ത് ഇതാ ഒരു സൈന്യമായി ഇതാ ജനം എഴുന്നേൽക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുവാനാകിട്ട് കഴിയും. കണ്ണുകൾ അടച്ച് ദൈവസലേ കോടിവാ. ചിലരെല്ലാം കല്ലുകൾ ഉരുട്ടി മാറ്റേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഉരുട്ടി മാറ്റുവാൻ നീ തയ്യാറായ, നീ അനുസരിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയും ഇതാ താമസമില്ല. ഉടനെ അവിടെ ഇറങ്ങുക തന്നെ ചെയ്യും. ചങ്ങലകൾ കണ്ട് നീ ഭയപ്പെടരുത്. കാരാഗ്രഹം കണ്ട് നീ ഭയപ്പെടരുത്. ബന്ധനങ്ങൾ കണ്ട് നീ ഭയപ്പെടരുത്. നീ പറ, ഈ ബന്ധനം അഴിക്കേണ്ട സമയം ഇപ്പോഴാണ്. എനിക്കതറിയാം. ഇത്രയും വർഷമായി ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ കിടന്നിട്ട് യേശു അവിടെ ചെന്നില്ലല്ലോ. എന്നാൽ സമയമായി ഇപ്പോൾ യേശു എഴുന്നേറ്റ് അവിടേക്ക് കടന്നു ചെന്നുവെങ്കിൽ ഇന്ന് രാവിലെ എന്റെ യേശു എഴുന്നേൽക്കുകയാണ്. നിന്റെ മേൽ വായിൽ ശക്തി നൽകുകയാണ്. സഹോദരി,
നീ എഴുന്നേക്ക്, ചട്ടക്കൂട്ടം എഴുന്നേറ്റ് ചില കാര്യങ്ങൾ നീ ചലിപ്പിക്ക. ചില കാര്യങ്ങൾ ആക്ഷനിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന് വൽക്കാലം നീ സംസാരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ തുടങ്ങ്. പരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, ദൈവ സാന്നിധ്യം നിന്റെ ജനത്തിന് നടുവിൽ ഇറങ്ങുവാൻ, ഓരോ കുടുംബങ്ങളിൽ ഇറങ്ങുവാൻ, ഓരോ വ്യക്തികൾ ഇറങ്ങുവാൻ, ചീഞ്ഞളിഞ്ഞ് നാറിയ വിഷയത്തിൽ ഇറങ്ങുവാൻ ഇന്ന് വൽക്കാലം ഞങ്ങൾ ഉരുട്ടിയ കല്ലുകൾ ഞങ്ങൾ തന്നെ ഉരുട്ടി മാറ്റുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ കർത്താവേ. ഓ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ വിരൽ ചൂണ്ടി വിശ്വാസത്താൽ കൽപ്പിക്കേണ്ടതിന് അധികാരം, അഭിഷേകം ഇന്ന് രാവിലെ നിന്റെ ജനത്തിന് കൈമാറണമേ. ഇന്ന് വൽക്കാലം നിന്റെ ജനത്തിന് കൈമാറണമേ. ചില ഭൂതന അഭിഷേകത്തിന്റെ ശക്തി ജനത്തുമേൽ ഇന്ന് വൽക്കാലം കൈമാറണമേ. വിശ്വാസത്താൽ, അധികാരത്തോടെ, അഭിഷേകത്തോടെ ഇന്ന് വൽക്കാലം ചിലത് കൽപ്പിച്ച് കർത്താവിൽ നിന്ന് വിശ്വാസത്താൽ വാഗ്ദത്തം ക്ലെയിം ചെയ്തെടുക്കുന്ന പകൽക്കാലമാക്കി നീ തീർക്കണമേ. രോഗത്തെ കണ്ട് ഭയപ്പെടുന്ന ആ ജീവിതമേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവിശ്വാസത്തെ ഞാൻ ശാസിക്കുന്നു, അവിശ്വാസ ദൂട്ട ഹൃദയത്തെ ഞാൻ ശാസിക്കുന്നു കർത്താവേ. ഇന്ന് രാവിലെ നിന്നെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക വിടുതലേക്ക് ജനം നയിക്കപ്പെടട്ടെ കർത്താവേ. നീ അത് ചെയ്യുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനം കർത്താവിന് തന്നെയാണ്. വരാൻ പോകുന്ന പ്രയർ കോൺഫറൻസിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഉണർവേനകത്തേക്ക് അയക്കണമേ കർത്താവേ. ദൈവത്തിനകത്ത് വെളിപ്പെടുത്തണമേ കർത്താവേ. ഈ ജനത്തെ എല്ലാം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലീഡിദാസിയെ നിന്റെ കരുത്ത് ഞാൻ ഏൽപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ പതറിപ്പോകാതെ ചുവടുകൾ വെച്ച് ദീർഘമാന മലകളോട്, കുന്നുകളോട് സംസാരിക്കുവാൻ അവൻ മൂർച്ചയേറിയും പല്ലേറിയതും പുതിയതുമായ ഒരു വണ്ടിയെ പോലെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. ഇത് വൽക്കാലം നീ ഇത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനായി നന്ദി. പ്രാർത്ഥന നിന്നെ വാഴ്ത്തുന്നപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഓരോ ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വചനത്തിലൂടെ ഇടപെട്ടല്ലോ. വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും. അത് ദൈവം നമ്മോട് മുൻപ് തന്നെ പറഞ്ഞതാ. ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്തങ്ങളെ തന്നിട്ട് ഓരോ വിഷയങ്ങളുടെ നടുവിൽ നാം കരഞ്ഞപ്പോൾ, ദൈവത്തോട് ചോദിച്ചപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ വെച്ചപ്പോൾ തന്നെ അതേ നമുക്കറിയാം. അതെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഈ യോഹന്നാം അധ്യായം നമ്മളെ വായിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് ശക്തിയോടെ ഒരു പുതിയ നിറവിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മെ നയിച്ചല്ലോ. വചനം എങ്ങനെയാണ് അടയാളങ്ങളായി, അത്ഭുതങ്ങളായി വെളിപ്പെടുന്നത് നമ്മൾ കേട്ടു. ദൈവത്തിന്റെ മഹത്വം എങ്ങനെയാണ് വെളിപ്പെടേണ്ടത്, അതിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യെഹെസ്കേലിനെ അയച്ചിട്ട് പറഞ്ഞത് ഈ അസ്ഥികളോട് പ്രവചിക്കുവാൻ. അത് നമ്മൾ കേട്ടല്ലോ. അസ്ഥികൾ ചിതറിക്കിടക്കുന്ന അസ്ഥികളോട് പ്രവചിച്ചാൽ എന്തോ നടക്കുന്നത്? ഒരിക്കലും ഒന്നും സാധ്യതയില്ല മാനുഷ്യമായ ദൃഷ്ടി നോക്കിയാൽ. യെഹെസ്കേൽ അതുകൊണ്ട് പറഞ്ഞു, ഇത് ജീവിക്കുമെന്ന് ചോദിക്കും പറയൂ, കർത്താവെ നിനക്കറിയാം, ദൈവത്തിനറിയാം. അത് ദൈവത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവോടെ കാനാവിലെ കല്യാണത്തിൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, തന്റെ അടയാളങ്ങളെ കാണിച്ചുകൊണ്ടാണ് വെളിപ്പെടുത്തിയത്. വാഗ്ദത്തം അടയാളമായി വെളിപ്പെട്ടു വരും എന്ന് പകൽക്കാലം നമ്മൾ കേട്ടല്ലോ. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുക. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാനുള്ള സമയം ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. അന്തരീക്ഷം നാം തന്നെ ഒരുക്കി കൊടുക്കേണ്ടതിനെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ അനേക വചന ഭാഗങ്ങൾ നമ്മളെ കേൾപ്പിച്ചല്ലോ. ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ മിണ്ടാതിരിക്കുക. ആർപ്പിടുവാൻ പറയുമ്പോൾ ആർപ്പിടുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുവോ അതുപോലെ ഒരുക്കി കൊടുക്കുക. ഭവനത്തിന്റെ അവസ്ഥ ഒരുക്കി കൊടുത്ത യായിറോസിന്റെ ഭവനത്തെ കുറിച്ച് നമ്മൾ കേട്ടു. എന്നിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതായി നമ്മൾ കേട്ടതുപോലെ ഹൃദയത്തെ ഒരുക്കി നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കത്തക്കവണ്ണം ഹൃദയം വിശ്വാസത്താൽ ഒരുക്കി കൊടുക്കുക. വാഗ്ദത്തം നിവർത്തിക്കേണ്ട സമയമായതിനാൽ അതേ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ കേട്ടത്, നാം വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങൾ, ചില കെട്ടുകൾ, ചില കല്ലുകൾ, ഇവയൊക്കെ നാം തന്നെ അഴിച്ചു മാറ്റണം. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ളത് ഏതെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് അവയോട് ഈ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയിൽ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ മഹത്വം അടയാളമായി വെളിപ്പെട്ടു വരേണ്ടതിന് നമുക്ക് ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. താവിന്റെ ദാസൻ ഐശ്വര്യമായി പരിശുദ്ധാത്മാവ് നിറവോടെ
കാലം വചനം സൂക്ഷിപ്പാനിടയായി തീർന്നല്ലോ. താങ്കളുടെ ദാസനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രയലിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അടിയനത് വളരെ അനുഗ്രഹമായി എന്നോട് സംസാരിക്കുന്ന ദൂതായി തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. പുതിയതും മൂർച്ചയുള്ളതും പല്ലേറുന്നതും മുതിവണ്ടിയാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അയച്ച് പ്രവൃത്തി ചെയ്തെടുക്കേണ്ടതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടുകൂടെ അതെ, അവിശ്വാസത്തിന്റെ രാജ്യത്തിന് ഒട്ടുമില്ലാതെ ദൈവമഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ അധികാരത്തിന് ഏറ്റെടുക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവരുടെ ദാസൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് ഞാൻ ഏൽപ്പിക്കുന്നു. അത് നിങ്ങൾ പ്രത്യാശിക്കുന്നു. ഒരു ശുഭഭാവി വരുവാൻ തക്കൊണ്ട് വിശ്വാസത്തോടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. മാത്രമല്ല പുതിയതും മൂർച്ചയോടും പല്ലേറിയത് ഒരു മെതിവണ്ടിയാക്കി കർത്താവിന്റെ വേലയെ കുടുംബമായി സഹായിക്കേണ്ട പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പറയാനുള്ളൊരു പെട്ടെന്ന് പറഞ്ഞാട്ട് ഓരോ വാക്കിൽ കർത്താരദാസന് ഒത്തിരി സമയമില്ലല്ലോ ലൈനില്, പെട്ടെന്ന് പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നവരെ വചനം ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് പറഞ്ഞതാ. ദയവായിട്ട് നിങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനമെങ്കിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താരദാസൻ നമുക്കായിട്ട് പ്രാർത്ഥിക്കും. യെസ്. ആമേൻ. യെസ്. വചനത്തിന് മുൻപ് എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പല്ലേറിയും മൂർച്ചയും ഒരു മെതിവണ്ടി തീരുവാൻ അടിയനെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനു വേണ്ടി ദേവദാസൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. അടിയന് ഈ വചനത്തിന് മുമ്പ് താഴ്ത്തി സമർപ്പിക്കുന്നു. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞായിരുന്നു കേട്ടോ. മുമ്പാകെ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ എന്റെ കുടുംബത്തെയും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പാസ്റ്റർ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വചനത്തിന് മുമ്പാകെ എന്നെയും കുടുംബത്തെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം നയിക്കുവാൻ അടിയനും പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കുവാനും കൃപ കിട്ടുന്നതിനും എന്റെ കുടുംബത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. അടിയനും ഈ വചനത്തിന് മുമ്പ് താഴ്ത്തി സമർപ്പിക്കുന്നു. അത് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആയി തീരുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. എനിക്ക് ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനത്തിന് മുമ്പിൽ അടിയനെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലവിധമായ ഭാരങ്ങളുണ്ടെങ്കിലും കർത്താവിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അടിയനെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കും. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പൂർണ്ണമായി വിശ്വസ്തയോടെ നിന്ന് അവന് വേണ്ടി പ്രയോജനപ്പെടുവാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുൻപാകെ അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അടിയന്റെ ജീവിതത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു ദിവസമായിട്ട് തോന്നുന്നു. അതിനായിട്ട് എനിക്ക് ദൈവഹിത പ്രകാരമുള്ള ഒരു ഡിസിഷൻ എടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എനിക്ക് തുണ നിൽക്കണം. അതിനായിട്ട് ദേവദാസനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വചനത്തിന് മുമ്പ് എന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞാൻ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. വചനത്തിന് വേണ്ടി എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന അനേകർ ഈ കേട്ട തിരുവനന്തപുരത്തിന്റെ ദേവദാസനെ എന്നെ സമർപ്പിക്കുകയാണ്. ദൈവിക വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നതിന് എന്നെ സമർപ്പിക്കുന്നു. എന്നെ എന്റെ തലമുറകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവിക വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നതിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കണം. പക്ഷേ നാളെ മുതൽ നമ്മുടെ ഈ പ്രേയറിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അതിന്റെ അനുഗ്രഹത്തിനോടുകൂടെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ചില സ്റ്റോപ്പ് സൈനിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നവരുണ്ട്. ഇടത്തോട്ട് പോകണോ, വലത്തോട്ട് പോകണോ, നേരെ പോകണോ, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ സ്റ്റോപ്പ് സൈനിന്റെ മുന്നിൽ നിൽക്കുന്നു. അവിടെയൊക്കെ മൗനമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അടയാളത്തോടുകൂടെ
അവന്റെ പാതകൾ ഉറപ്പിച്ചവൻ നടത്തുന്ന ദൈവമാണ്. ചില കൺഫർമേഷനുകൾ നൽകി അവൻ നിന്നെ കാലുകൾ ചവിട്ടി ഉറപ്പിച്ച് മുന്നോട്ട് നടത്തുന്ന ദൈവമാണ്. ആകയാൽ അവൻ അവിടെ എല്ലാം വിശ്വാസത്താൽ ഇത് വൽക്കാലം കേട്ടതുപോലെ മൗനമായി ചില സ്ഥലത്ത് ഇരിക്കേണ്ടതായിട്ട് വരും. മൗനമായിട്ട് ഇരിക്കുക. കർത്താവ് തന്നെ നമ്മെ കരം പിടിച്ചുകൊണ്ട് നടത്താൻ തുടങ്ങും. ചില അടയാളങ്ങൾ കർത്താവ് നമ്മൾ കാണിച്ചു തരും. കർത്താവ് ഒരു നിമിഷം മതി ചില കൺഫർമേഷൻ നിനക്ക് നൽകി ഉറപ്പ് നൽകി നിന്നെ നടത്തുന്ന ദിവസമാണ്. അല്ലെല്ലാം കണ്ണുകൾ ഇന്ന് രാവിലെ അടയട്ടെ. അല്ലെങ്കിൽ ഭവനത്തിനകത്ത് ക്ഷീണാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, ഭാരത്തിലിരിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ സ്ഥിതികളെ വ്യക്തമായി കണ്ടുകൊണ്ട് നിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവേ നീ എന്നെ ഒന്ന് തൊടണമേ അപ്പച്ച. കർത്താവേ ഇന്ന് രാവിലെ നിന്റെ സാന്നിധ്യം എന്റെ മുറിക്കകത്തൊന്ന് ഇറങ്ങി വരണമേ. ജഗദാന നീ വേറെ ഒന്നും ഇന്ന് രാവിലെ ചോദിക്കണ്ട. നീ അവിടെ കിടക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് പറ, കർത്താവേ നിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇറങ്ങി വരണം. നിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ ഉണ്ട്, അടയാളങ്ങൾ ഉണ്ട്. അവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടു വരും. ഇന്ന് മനുഷ്യനല്ല നിന്റെ അടുക്കൽ വരേണ്ടത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട. ദൈവ സാന്നിധ്യം എന്റെ മുറിക്കകത്ത് എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരണമേ, എന്നിലേക്കൊന്ന് ഇറങ്ങി വരണമേ. കരഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്ക്. ഓ ഗമന ദലഗജ നീ ഇതുവരെ ശരീരത്തില് അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നിന്റെ മുറിയിൽ ഇറങ്ങി വന്ന് നിന്നെ തലോടുന്ന ദൈവ സാന്നിധ്യം, നിന്നെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം, അടയാളത്തോടുകൂടെ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരട്ടെ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, പലവിധ വിഷയങ്ങളുടെ മുമ്പിൽ ഇറങ്ങുന്ന ജീവിതങ്ങളുണ്ട്. ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചില കടപ്പാടുകളാൽ, ചില ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ട പോലെ കൈകളെ കാലുകളെ ബന്ധിച്ചിട്ടിരിക്കുന്നവരെ ഇന്ന് വൽക്കാല പരിശുദ്ധമേ ആ കെട്ടുകളെ അഴിച്ചുവിടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം നിന്റെ ജനം അനുഭവിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രവൃത്തിയിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാച് വെച്ച മുഖങ്ങളിൽ നിന്ന് വൽക്കാലം ഒടിയപ്പെടട്ടെ. അത് ഭാരമായി, ഭയമായി, നിരാശയായി, രോഗമായി അവിടെ മേൽ വെച്ചിരിക്കുന്ന സകല രോഗബന്ധനത്തിന്റെ നുഖങ്ങളും നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒടിഞ്ഞു മാറട്ടെ, ഒടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാവിലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ നാവിനെ, കൈകളെ, കാലുകളെ കെട്ടിവെച്ചിരിക്കുന്ന സകല രോഗശക്തികളും ഇന്ന് വൽക്കാല യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. പോക, മുന്നോട്ട് എഴുന്നേറ്റ് പോകത്തക്കവണ്ണം കാലുകളെ ഉറപ്പിച്ച് ചവിട്ടി മുന്നേറുവാൻ ഈ രാവിലെ സഹായിക്കണമേ കർത്താവേ. ലീഡദാസിയെ ഏൽപ്പിക്കുന്ന കർത്താവേ, പോരാ പോരാ തൃപ്തിപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ അല്ല കർത്താവേ, അധികം അധികം നിന്നിൽ നിന്ന് വീണ്ടും പ്രാപിക്കുന്ന പോലെ കാലേബിനെ പോലെ ഇനിയും എനിക്ക് ആ മലതാ. അത് വലിയ മലയാണെന്ന് എനിക്കറിയാം, അത് യുദ്ധമുണ്ടെന്ന് എനിക്കറിയാം, അത് ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വെല്ലുവിളിയുടെ മലയാണെന്ന് എനിക്കറിയാം. അറിഞ്ഞിട്ടും കാലേബ് ചോദിച്ചതുപോലെ എനിക്കത് തരിക, എനിക്കിപ്പോഴും അത് കഴിയുമെന്ന് പറഞ്ഞ് വിശ്വാസത്താ ചില വലിയ വലിയ മലകളെ പിടിച്ചെടുക്കുന്ന രഹസ്യ വിശ്വാസവും ആത്മാവിന്റെ ശക്തിയും നിന്റെ ദാസിയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചിലത് പിടിച്ചെടുക്കാനായിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു വലിയ യുദ്ധമുണ്ട്. ഇതുവരെ കാണാത്ത ചില യുദ്ധങ്ങൾ ചെയ്യും. നിന്റെ കരങ്ങളെ ഇന്ന് വൽക്കാലം ഞാൻ ബലപ്പെടുത്തുകയാണ്. ശരീരത്തിൽ വഹിക്കുന്ന സകല ഭാരങ്ങളും സകല വേദനകളും ഇന്ന് വൽക്കാലം കേട്ടഴിഞ്ഞ് മാറട്ടെ കർത്താവേ. ആ ശരീര സ്വാതന്ത്ര്യമാകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്.